ഉൽപ്പത്തി 1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ വാക്ക് എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ട് ആദിയിൽ ദൈവമാണ്. എന്താണ് അവിടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്? വേദപുസ്തകം തുടങ്ങുകയാണ്. 66 പുസ്തകങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രഥമ വാചകം ഇതാണ്: ആദിയിൽ ദൈവം. ആദിയിൽ ദൈവം. ചേർന്ന് എല്ലാവരും ഉറക്കെ പറഞ്ഞ് ആദിയിലെ ദൈവം. എന്താ അതിൻ്റെ അർത്ഥം? ആദിയിൽ ദൈവമായിരിക്കണം. ജീവിതത്തിൻ്റെ ആദി എപ്പോഴും ആരായിരിക്കണം? ദൈവമായിരിക്കണം എല്ലാത്തിനും. അതുകൊണ്ട് വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആദി എപ്പോഴും ദൈവത്തിനുള്ളതാണ്, ദൈവത്തിന് പ്രവേശിക്കാനുള്ളതാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആദി എപ്പോഴും ദൈവത്തിനുള്ളതായിരിക്കണം. 2, എല്ലാ ദിവസത്തിൻ്റെയും ആദി ദൈവത്തിനുള്ളതാണ്. രാവിലെ പ്രഭാതം എന്തിനാണ്? പ്രാർത്ഥനയ്ക്കായിട്ട് എടുക്കണമെന്ന് പറയുക. എന്ത് ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിന് നമ്മുടെ ദിവസത്തിൻ്റെ ആദിയെ സമ്മാനിച്ചാൽ ദിവസത്തിൻ്റെ ഒടുക്കത്തെ അനുഗ്രഹമാക്കുന്ന ദൈവമുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേകത അവിടുന്ന് ആദ്യനും അന്ത്യനുമാണ്, ആൽഫയും ഒമേഗയുമാണ്. ജീവിതത്തിൻ്റെ ആദികൾ ദൈവത്തിന് കൊടുക്കുക. എന്തിനാ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക? ആ ദിവസത്തിൻ്റെ ആദി ദൈവത്തിന് കൊടുക്കുകയാണ്. എന്തിനാണ് സന്ധ്യയെ പ്രാർത്ഥിക്കുക? സന്ധ്യ രാത്രിയുടെ ആരംഭമാണ്. രാത്രി എന്തിനാണ് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുക? 8 മണിക്കൂറുകളായിട്ട് ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതചര്യ തൊഴിലാളി വർഗത്തോടുള്ള ബന്ധത്തിൽ കാണാൻ കഴിയും. 8 മണിക്കൂർ നമുക്ക് ഇങ്ങനെ ഷിഫ്റ്റുകൾ മാറി മാറി വരും. അന്നേരമാണ് സൈറണൊക്കെ മുഴങ്ങുന്നത്. അത് മെയ്ദിനമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യമാണ്. 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ ജോലി. അങ്ങനെ മനുഷ്യൻ്റെ ദിവസത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ മനുഷ്യൻ്റെ പ്രഭാതം അത് ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദി ദൈവത്തിന് കൊടുത്താൽ അന്ത്യവും അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. എന്തിനാണ് സന്ധ്യകളിൽ കുടുംബ പ്രാർത്ഥന? ഒരു രാത്രി, വിശ്രമത്തിൻ്റെ രാത്രി, ഭവനങ്ങളിലേക്ക് മനുഷ്യൻ ചേക്കേറുമ്പോൾ അവരുടെ ആദി ദൈവത്തിന് കൊടുക്കുക. അതിനാണ് സന്ധ്യാപ്രാർത്ഥന. എന്തിനാണ് അർദ്ധരാത്രി 12 മണിക്ക് പ്രാർത്ഥിക്കേണ്ടത്? വചനം പറയുന്നുണ്ട്: ഞാൻ നീതിയുള്ള ഹേതുവായി അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് അർദ്ധരാത്രി എഴുന്നേൽക്കും. എന്തിനാണ് അർദ്ധരാത്രി എഴുന്നേൽക്കുക? ഒരു പകല് ദിവസം ആരംഭിക്കുകയാണ്, ആദി ദൈവത്തിന് കൊടുക്കുകയാണ്. അതിനാണ് അർദ്ധരാത്രി പ്രാർത്ഥിക്കുക. എന്തിനാണ് യാമാരംഭങ്ങളിൽ പ്രാർത്ഥിക്കുക? നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്നങ്ങനെ കാണുന്നവർ കുറവാണെങ്കിലും യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാരെ എനിക്ക് ഓർമ്മയുണ്ട്. യാമാരങ്ങളിൽ പ്രാർത്ഥിക്കുക. എന്തിനാണ് യാമാരംഭങ്ങളിൽ പ്രാർത്ഥിക്കുക? ചിട്ടപ്പെടുത്തിയ ആ സമയ ക്രമീകരണങ്ങളിൽ കോഴികൂന്നതിന് മുമ്പ് യാമങ്ങളിൽ ദൈവസന്ധി പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും ആദി ദൈവത്തിന് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ആദിയും അന്ത്യനുമായ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ധാരാളമായി അനുഭവിക്കാൻ കഴിയും. എല്ലാത്തിൻ്റെയും ആദി ദൈവത്തിന്, സമയത്തിൻ്റെ ആദി ദൈവത്തിന്, നമ്മുടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ ആദി ദൈവത്തിന്. അതിനാണ് ആദ്യഫലം ആർക്കുള്ളത്? ദൈവത്തിനുള്ളതാണ്. എന്തിനാണ് ആദ്യഫലം ദൈവത്തിന് കൊടുക്കുന്നത്? ആദി ദൈവത്തിനുള്ളതാണ്. ആദ്യഫലം ദൈവത്തിന് കൊടുക്കുക. ആ ഒരു കൺസെപ്റ്റ് എടുത്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യം കാണുന്നുണ്ട്: ആദാമിലെല്ലാവരും മരിക്കും, ക്രിസ്തുവിലെല്ലാവരും ജീവിക്കപ്പെടും, ഓരോരുത്തരും താന്താൻ്റെ നിരയിലത്രേ. അടുത്തൊരു വാക്യം: ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. പഴയ നിയമ കർഷകർ കൃഷിക്ക് വേണ്ടി നിലം വിളഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നേരെ കൊയ്യല്ല. കൃഷിയുടെ ആ സമയം, കൊയ്ത്തിൻ്റെ ഒരു സമയം, കൊയ്ത്ത് സമയമാകുമ്പോൾ പല പ്രതിസന്ധികളുണ്ടാകാം. കാലാവസ്ഥ പ്രതികൂലങ്ങൾ, വെട്ടുക്കിളിയുടെ ആക്രമണങ്ങൾ, അതൊക്കെ അന്ന് സ്വാഭാവികമായിരുന്നു. അതുകൊണ്ട് കൊയ്ത്തിൽ ദൈവാനുഗ്രഹം വേണം. കൊയ്ത്തിൽ ദൈവാനുഗ്രഹം ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. കൊയ്ത്തിൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ ആദ്യം ഒരു കറ്റ കൊയ്യും. ആ കറ്റ കൊയ്ത് കൊണ്ട് ദേവാലയത്തിൽ അർപ്പിക്കും. എന്നിട്ട് അത് നീരാജനയാഗമായിട്ടൊക്കെ അർപ്പിച്ചിട്ട് പിന്നാലെയാണ് കൊയ്ത്ത് നടക്കുന്നത്. അർത്ഥം അവരുടെ കൊയ്ത്തിന് മുമ്പുള്ള ആദ്യഫലം ദൈവത്തിന് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവമക്കളായി നമ്മളും ആദ്യഫലം ആർക്കുള്ളത്? ദൈവത്തിനുള്ളത്. ആദ്യജാതനെ ദൈവത്തിന് കൊടുക്കുന്ന ഒരു പതിവ്. അപ്പോൾ എല്ലാത്തിൻ്റെ ആദി ദൈവമാണെങ്കിൽ എല്ലാത്തിൻ്റെയും അവസാനത്തിലും ദൈവം കാണും. ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം ഏതാണ്? ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം യൗവനമാണ്. എൻ പ്രയാണ കാലം 4 വിരൽ നീളം, ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. 4 വിരലാണ് ജീവിതം. എന്താണ്? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അതിൽ ഏറ്റവും നല്ല ഊർജ്ജസ്വലമായ ഒരു പ്രായമുണ്ട്. അത് യൗവനത്തിൻ്റെ ഒരു ചോരത്തിളപ്പാണ്. ആ പ്രായം കർത്താവിന് കൊടുത്താൽ എന്താ ഗുണം? വചനം പറയുന്നു, നരയ്ക്കുവോളം ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. യൗവനം ഇങ്ങനെ കത്തി നിൽക്കുന്നതാണ്. കത്തി നിൽക്കുന്ന യൗവനത്തിൽ
കർത്താവിൻ്റെ വേണ്ടി ആ കൈകളെ കൊടുത്താൽ, ആ കരങ്ങളെ കൊടുത്താൽ, പുസ്തകമെടുക്കാൻ നാം തയ്യാറായാൽ ഒരു കാര്യം ഉറപ്പാണ്, നാളെ ശരീരം ക്ഷീണിക്കും, കരങ്ങൾ വിറയ്ക്കാൻ തുടങ്ങും, കാലുകൾ ബലഹീനമാകും. അപ്പം കർത്താവ് എന്തു ചെയ്യും? വാർദ്ധക്യം അത് ബുദ്ധിമുട്ടാണ്. അവർ ഉപേക്ഷിക്കപ്പെടുന്ന കാലം അന്നും ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുക, വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് എന്നെ എന്ത് ചെയ്യരുതേ? ഉപേക്ഷിക്കരുതേ. പൊതുവെ നരയ്ക്കുമ്പോൾ, പ്രായമാകുമ്പോൾ ഉപേക്ഷിക്കപ്പെടാം. അതുകൊണ്ടാണ് വൃദ്ധസദനങ്ങളൊക്കെ കൂടുന്നത്. എന്നാൽ കാരണം വാർദ്ധക്യം എന്നും ഭാരമുള്ളൊരു സമയമാണ്. എന്നാൽ അന്നൊരു പശ്ചാത്തലത്തിൽ നെബോ കുനിയുന്നു, ബാല് വണങ്ങുന്നു, പലതും എടുത്തുകൊണ്ട് അവർ നടക്കുകയാണ്. നടക്കുമ്പോൾ നെബോയെയും ബാലിനെയും ഒക്കെ എടുത്തുകൊണ്ട് അവർ നടന്നപ്പോൾ ഭാരം കൂടിയപ്പോൾ അവരുടെ തല കുനിഞ്ഞപ്പോൾ തലയിലുള്ളതും കുനിഞ്ഞു. ഇത് കണ്ടുകൊണ്ട് പ്രവാചകൻ ജനത്തെ നോക്കി പറയുന്നു, നിങ്ങൾ ചുമക്കുന്ന പലതിനെ നിങ്ങൾ കണ്ടു, ചുമന്നും നിങ്ങൾ സഹിച്ചു. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരോഗ്യമുള്ളപ്പോൾ ആദിയിൽ ദൈവത്തെ ചുമന്നാൽ അന്ത്യത്തിൽ നരയ്ക്കുമ്പോൾ, ശരീരം ബലഹീനമാകുമ്പോൾ നമ്മളെ ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. നരയ്ക്കുമ്പം ചുമക്കുന്ന ദൈവം. നരയ്ക്കുമ്പം ചുമക്കണമെങ്കിൽ ഒരു കാര്യം, ആദി കത്തുന്നത് ആരോഗ്യമുള്ളപ്പം അത് തമ്പുരാന് കൊടുത്താൽ ജീവിതത്തിൻ്റെ അവസാനത്തെ നമ്മെ ചുമക്കുന്നൊരു ദൈവമുണ്ട്. നമ്മെ ചുമക്കുന്നൊരു ദൈവം. അന്നെല്ലാവരും പറയും വാർദ്ധക്യം ഭാരമാണ്, ദൈവമേ എന്നെ ആർക്കും ഭാരമാക്കാതെ എടുത്തോണേ. പ്രിയരെ, ആദി ദൈവത്തിന് കൊടുത്താൽ അന്ത്യം ഭാരമാകാതെ അന്നേരം ചുമക്കുന്ന ദൈവമുണ്ട്. യൗവന ദിശ കഴിഞ്ഞ് വാർദ്ധക്യം വന്നിടും, കുനിഞ്ഞിടും ശരീര ജീവഭാരത്താൽ. അപ്പോഴും വിടില്ലവൻ നടത്തും അന്ത്യത്തോളവും, വയ്ക്കുക നിൻ ഭാരം അവൻ പാദത്തിൽ. അതുകൊണ്ട് കുറച്ചുകൂടെ ആരോഗ്യത്തോടെ ഉള്ളപ്പം, കുറച്ചുകൂടെ സന്തോഷത്തോടെ ഈ പുസ്തകം ചുമക്കാൻ, കർത്താവിനെ ചുമക്കാൻ, വേലയ്ക്ക് കൈത്താങ്ങലാകുവാൻ, ആ ദൈവരാജ്യത്തിൻ്റെ ഭാരം ചുമക്കുവാൻ നാം നമ്മെ ഏൽപ്പിച്ചാൽ അന്ത്യത്തിൽ ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് പറ, ജീവിതത്തിൻ്റെ ആരോഗ്യം ദൈവത്തിനായിരിക്കട്ടെ. ആരോഗ്യമുള്ളപ്പം അത് കർത്താവിന് വേണ്ടി ആകട്ടെ. ആരോഗ്യം ദൈവത്തിനുള്ളത്, ആദി ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ പ്രാധാന്യം ദൈവത്തിനുള്ളത്. അങ്ങനെയുള്ളവരെന്ത് സംഭവിക്കും? ഇന്ന് മാത്രമല്ല, ഈ കാലം കഴിയും, കാലമെല്ലാം കഴിയും. ഇന്ന് കാണുന്നതെല്ലാം വഴിയും, പിന്നെ പുതുയുഗം പിരിയും. തിരികെ വരാതെ നാം നിത്യതയും അറിയും. മനസ്സിലിങ്ങനെ ആദി ദൈവത്തിന് കൊടുത്തവർ, യൗവനം കർത്താവിന് കൊടുത്തവർ, അവർക്കുണ്ടാകാൻ പോകുന്ന വലിയ അനുഭവങ്ങളെ ചിന്തിക്കുമ്പോൾ മനസ്സിലിങ്ങനെ തളം കെട്ടി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പലർക്കും അറിയാം. എന്നോട് കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻ ജോയൽ ഇവിടെ ഉണ്ട്. പിന്നെ പലർക്കും ബിജു സി എക്സ് പാർഷ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വം എൻ്റെ വീട്ടിലുണ്ട്. അത് തങ്കോയി എന്ന് പറഞ്ഞ ഒരു ചെറിയ ആളാണ്. ഇത്രയേ ഉള്ളൂ. തങ്കോയെക്കുറിച്ച് ഇംഗ്ലണ്ടിൽ നിന്നൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു ചാപ്റ്റർ മുഴുവൻ തങ്കോയി ആരാന്ന് നിങ്ങൾ ചിന്തിക്കും. തങ്കോയി ഒരു സാധാരണ സ്ത്രീ, ഞങ്ങളുടെ വീട്ടിലേക്ക് അനാഥയായി വന്നു കയറിയ, ഇന്നേക്കൊരു 40-42 വർഷം മുമ്പ് എളിയദാസന് അന്നൊരു തീരെ 5-6 വയസ്സുള്ളപ്പോൾ ആരോരുമില്ലാത്തൊരു സഹോദരി വീട്ടിൽ കയറി. അങ്ങനെ വീടിൻ്റെ ഭാഗമായി. ഇന്നത്ര വയസ്സുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ഏതായാലും 40-42 വർഷം മുമ്പ് വീട്ടിൽ വരുമ്പോൾ ഏറ്റവും മിനിമം അന്നൊരു 30 വയസ്സ് കാണുമായിരിക്കണം എന്ന ചിന്ത ആർക്കും അറിയില്ല. കാരണം അങ്ങനെയുള്ള റെക്കോർഡുകളൊന്നും ഇല്ലാത്തൊരു സഹോദരി, ആ സഹോദരി വീട്ടിലുണ്ട്. ശനിയാഴ്ചകളിൽ, ഞായറാഴ്ചകളിൽ ഒരു ദിവസം വീട്ടിൽ എത്ര പേര് വന്നു കയറും, എത്ര പേർക്ക് ചായ കൊടുക്കണം, ഇതെല്ലാം താനാണ് ചെയ്യുക. ശനിയാഴ്ച രാത്രികളിൽ ഉറങ്ങാറില്ല. വലിയ കലത്തിൽ, നീളക്കുറവാണ്, തൻ്റെ പൊക്കമുള്ള കലത്തിലാണ് താൻ ചോറെടുത്ത് വെക്കുന്നത്. അടുപ്പിലൊക്കെ ഇന്ന് ആളും പേരുമൊക്കെ ഉണ്ട്. മുഴുവൻ രാത്രി ഉറങ്ങാതിരുന്ന് പച്ചക്കറി അരിഞ്ഞ് വരുന്നവർക്കെല്ലാം സാമ്പാറും ചോറും ഒക്കെ വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് യോഗത്തിന് കയറും. തങ്കോയി കാലം ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഞാൻ കാണാത്ത, എൻ്റെ മനസ്സിനെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി. ന്യൂ ഇന്ത്യ ദിവ്യസഭയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നാട്ടിലേക്ക് ഒരു സമയത്ത് സന്ദർശനത്തിന് വരുന്ന ഒരു സായി പപ്പച്ചനുണ്ട്. ബ്രിൻഡൻ മക്കോളി, അയർലൻഡിലാണ്. 14 മക്കളുള്ള ഒരു സായിപ്പാണ്. 1-2 അല്ല. മലയാളിക്ക് 12 അറിയത്തുള്ളൂ. 12 മക്കളെ പെറ്റൊരമ്മേ, നിൻ്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. അപ്പം 12 മക്കൾ. പക്ഷേ ഈ അപ്പന് 12 അല്ല, 14 മക്കളുള്ള ഒരപ്പൻ. ആ അപ്പനും അമ്മയും പ്രായമായി. അവർക്ക് ഞാൻ കോവിഡിന് മുമ്പ്, ആ ഒരു സമയത്തിന് കുറച്ച് മുമ്പ് അയർലൻഡിൽ പോയപ്പോൾ ഇവരെ ഒന്ന് കാണണമെന്ന് ഓർത്തു. അപ്പം അവർക്ക് പ്രായം, അവർക്ക് ഒത്തിരി നാളായി. അപ്പോൾ എനിക്ക് അവരുടെ മെയിൽ ID ഓർമ്മയുണ്ടായിരുന്നു, ഐറിഷ് പ്രോഫറ്റ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു മെയിൽ അയച്ചു. അങ്ങനെ അവരെന്നെ കാണാൻ വിളിച്ചു. ഞാൻ അവരുടെ വീട്ടിൽ പോയി കണ്ട ഉടനെ അവരെന്നോട് ചോദിച്ചത് വേർ ഈസ് തങ്കോയി എന്നാണ്.
തങ്കോയി ഉണ്ടോ, തങ്കോയി ജീവനോടുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്, ഹെൽത്തി ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം ഇറങ്ങാത്ത പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് കേരളത്തിൽ വരണമെന്നൊരു കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരണം. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് അവർ വന്നു. തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ എളിവൻ പോയി അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വന്ന ഉടനെ അവർ തങ്കോയിയെ വിളിച്ചു. തങ്കോയിക്ക് അക്ഷരാഭ്യാസം ഇല്ല, പക്ഷേ ഇവർ പറയുന്നതെല്ലാം തങ്കോയിക്ക് മനസ്സിലാകും, തങ്കോയി പറയുന്നതെല്ലാം ഇവർക്ക് മനസ്സിലാകും. ദ്വിഭാഷയുടെ ആവശ്യമില്ലാതെ അവർ സംസാരിക്കും. അത് നല്ല രസമാണ് കാണാൻ. ഏതായാലും അവർ സംസാരിച്ചു, സന്തോഷം പങ്കിട്ടു. പിറ്റേ ദിവസത്തെ ആരാധന അവർ പ്രസംഗിക്കുകയാണ്, ഞാനാണ് പരിഭാഷപ്പെടുത്തുക. പരിഭാഷയ്ക്കിടയ്ക്ക് സഭ നിശബ്ദമായി പോയ ഒരു സമയമുണ്ടായി. പ്രസംഗത്തിനിടയ്ക്ക് ഈ മനുഷ്യൻ, ഈ ദൈവദാസൻ ചോദിച്ചു, തങ്കോയിയെ കൊണ്ടുവരാൻ പറഞ്ഞു. തങ്കോയി എവിടെ? അടുക്കളയിൽ. ഓടിപ്പോയി വിളിച്ചു, ധൃതി വെച്ച് എല്ലാവരും, തങ്കോയി ഓടി വാ. തങ്കോയി വന്നു. തങ്കോയി വന്നപ്പം ഇവർ ഒരു പെട്ടി തുറന്നിട്ട് ഒരു ബോക്സ് എടുത്തു. ആ ബോക്സ് നമ്മൾ ഈ ഷോക്കേസിലൊക്കെ വെക്കുന്ന ഈ അലുക്കൊക്കെ ഇട്ട ഇങ്ങനൊരു കരകൗശലക്കാരുണ്ടാക്കുന്ന ഒരു മണിപ്പൂട്ടൊക്കെ വെച്ച ഒരു പെട്ടിയാണ്. ഈ കൊച്ചു പെട്ടി ബാഗിനകത്ത് നിന്ന് എടുത്തു. ഞാനോർത്തു ഇതെന്താ കാണിക്കാൻ പോവുക? ഒരു മജീഷ്യൻ്റെ മെയ്വഴക്കത്തോടെ ഈ പ്രിയപ്പെട്ടവൻ അത് തുറന്ന് കാണിക്കുന്നു. ഇതെല്ലാം ശൂന്യമല്ലേ, കുടഞ്ഞു കാണിക്കുന്നു, ശൂന്യം. എല്ലാവർക്കും ഓർത്തു ഇതെന്താണ്. എന്നിട്ട് തങ്കോയിയെ വിളിച്ചിട്ട് അദ്ദേഹം ഇത് കൊടുത്തിട്ട് പറഞ്ഞു, കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവത്തോട് അവർ ചോദിച്ചു, എന്തിനാണ് ഞങ്ങൾ കേരളത്തിൽ പോവുക? അപ്പോൾ അവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ കേരളത്തിൽ പോകണം, നിങ്ങൾ തങ്കോയിയെ വിളിക്കണം, പൊതുജനത്തിൻ്റെ മുമ്പിൽ വെച്ച് വിളിക്കണം, എന്നിട്ട് തങ്കോയിക്ക് ഈ പെട്ടി കൊടുക്കണം. എന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സിംബോളിക്കാണ്. എന്താ കാര്യം ചോദിച്ചാൽ ഇതിനകത്തൊന്നുമില്ല. ഈ ഭൂമിയിൽ അടുക്കളയിൽ, ഒരു ചർച്ചിൻ്റെ അടുക്കളയിൽ ജീവിതം ഇങ്ങനെ കത്തിയിരിക്കുന്ന ഒരു പാവം സഹോദരി, അവൾക്ക് ഞാൻ എന്ത് കൊടുക്കണം എന്ന് ആലോചിച്ചു. അവരോർത്തൊരു സാരി, പക്ഷേ അവൾക്ക് സാരിയുണ്ട്. ഒരു കട്ടിലുണ്ട്. ഒരു അലമാരയുണ്ട്. ഇതിനപ്പുറത്ത് തങ്കോയിക്ക് എന്താ വേണ്ടേ? ആഗ്രഹങ്ങളോ അധികം ആവശ്യങ്ങളോ ഇല്ലാത്ത തങ്കോയി ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. അപ്പം ദൈവം അവരോട് സംസാരിച്ചു, നിങ്ങൾ നാട്ടിൽ പോകണം, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നാട്ടിൽ പോകണം, തങ്കോയിയെ വിളിക്കണം. ഈ empty ബോക്സ് കൊടുത്തിട്ട് എല്ലാവരും കാങ്കെ അവളോട് പറയണം, അടുക്കളയുടെ അകത്തളങ്ങളിൽ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവസഭയുടെ പിന്നാമ്പുറങ്ങളിൽ എരിയുന്ന ഈ പെൺകുട്ടിയുടെ പെട്ടി ഭൂമിയിൽ കാലി, മുകളിൽ നിറഞ്ഞ ഒരു പെട്ടി, ഇവക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ടെന്ന് പറയാൻ. അയർലൻഡിൽ നിന്നൊരു സായിപ്പ് വന്ന് അടുക്കളക്കാരത്തിയെ വിളിച്ച് കൊടുത്തിട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ജീവിതത്തിൻ്റെ ആദ്യമല്ല, ജീവിതം മുഴുവനും ഇങ്ങനെ കത്തിയെരിയുന്നവർക്ക് ഹല്ലേലൂയ പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം പിരിയും, തിരികെ വരാതെ നാം നിത്യതയും മറയും. ഇങ്ങനെ കുറേ കൊച്ചു മനുഷ്യർ. പക്ഷേ ഒരു കാര്യം, അവർ കത്തിയെരിയുന്ന ആർക്ക് വേണ്ടിയാ? ആദി ദൈവത്തിന് കൊടുത്താൽ ഇവിടെയും അവിടെയും അന്ത്യത്തിലും വരാനുള്ള ലോകത്തിലും അവരെ നടത്തുന്ന ദൈവമുണ്ട്. കരങ്ങളടിച്ച് ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 കരങ്ങളടിച്ച് എല്ലാവരും അല്പസമയം കർത്താവിനെ സ്തുതിച്ച്, ആദി ദൈവത്തിനുള്ളത്, പ്രഭാതങ്ങൾ ദൈവത്തിനുള്ളത്, പ്രദോഷങ്ങൾ ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിയും സ്തോത്രവും ഉയരട്ടെ, സ്തുതിയും സ്തോത്രവും ഉയരട്ടെ ആദി ദൈവത്തിന്. കുറച്ചുകൂടെ ദൈവത്തെ സ്നേഹിക്കുവാൻ, കുറച്ചുകൂടെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, കുറച്ചുകൂടെ ഉത്സാഹത്തോടെ കർത്താവിൻ്റെ രാജ്യത്തിൽ അധ്വാനിക്കാൻ, കുറച്ചുകൂടെ വേഗതയിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കുറച്ചുകൂടെ എന്നെ സഹായിക്കണേ. ആദ്യം മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളും അങ്ങനെയൊക്കെ പ്രാധാന്യമുള്ളതാണെങ്കിൽ അവിടുന്ന് നമ്മളെയും പ്രാധാന്യമുള്ളവരായി കാണും. ആദി ദൈവത്തിന്. ഇങ്ങനെ കുറേ കൊച്ചു മനുഷ്യർ, പ്രിയമുള്ളവരെ, ഓർമ്മയിൽ തളർന്നിട്ടിരിക്കുന്ന മറ്റൊരു കാര്യം, ഒരമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി മരിച്ചു പോയി. പക്ഷേ എനിക്കൊരു 30 വർഷത്തെ ഓർമ്മ ഏറ്റവും മിനിമം എല്ലാ ശനിയാഴ്ചകളിലും ഇങ്ങനെ നടന്നു വരും. ഒരു ചട്ടയും മുണ്ടും, കരിമ്പനടിച്ച ഒരു ചട്ടയും മുണ്ടും കൊടുത്ത്, ഒരു പ്ലാസ്റ്റിക് കവറും തൂക്കിപ്പിടിച്ച് പതുക്കെ ഒരു സൈഡ് കയറി നടന്നു വരുന്ന ഒരു പ്രായമുള്ള ഒരമ്മ. മിനിമം 30 വർഷത്തിൻ്റെ ഓർമ്മ. ശനിയാഴ്ച വരും, ഒരു ഉച്ചയാകുമ്പോഴത്തേനെത്തും, ചട്ടയും മുണ്ടും മാറും, കൈലിയൊക്കെ ഉടുക്കും, ഒരു പഴയ ചട്ടമുണ്ട് കൊടുത്ത് ഒരു ചൂലും പിടിച്ചുകൊണ്ട് ഇറങ്ങും. ഹോള് തൂക്കും, പാസനേജ് തൂക്കും, എല്ലാം തൂക്കും, തൂത്ത് വൃത്തിയാക്കും. സന്ധ്യയ്ക്ക് ഒരു 6-7 മണിയാകുമ്പോഴത്തേന് അമ്മയുടെ ജോലി തീരും, കുളിക്കും, കാണും. ശനിയാഴ്ച രാത്രി ഒരു സഭയുടെ പഴയ ഒരു ഹോള്, ആ ഹോളിൻ്റെ മൂലയിൽ കാലും നീട്ടി ഈ അമ്മ ഇരിക്കും. മറ്റൊന്നിനു വേണ്ടിയല്ല,
ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് പാസ്റ്റർക്ക് ദൂത് കിട്ടാൻ, ദൈവജനം വരുവാൻ ഒരു 12 മണി വരെ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. ആ ഹോളിൽ കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റ് ഒന്നുകൂടെ തൂക്കും. സൺഡേ സ്കൂൾ അധ്യാപകർ വരുമ്പോൾ, മക്കൾ വരുമ്പോൾ പാ റെഡി, ഹോള് റെഡി. ആരാന്നാർക്കും അറിയില്ല. ഈ അമ്മയായിരുന്നു. 1-2 വർഷമല്ല, 30 വർഷം. അവരൊക്കെ ആരാന്ന് തെളിഞ്ഞത് അവരുടെ മരണത്തിൽ തടിച്ചുകൂടിയ ആളുകളാണ്. ഒന്നെനിക്കറിയാം, ആദ്യ ദൈവത്തിന് കൊടുത്താൽ അന്ത്യത്തിലും ദൈവം കാണും. കുറച്ചുകൂടെ ദൈവത്തെ സ്നേഹിക്കുവാൻ, കുറച്ചുകൂടെ ദൈവസഭയ്ക്ക് വേണ്ടി ചുമല് കൊടുക്കുവാൻ, കുറച്ചുകൂടെ വേലയുടെ ഭാഗമായി തീരുവാൻ എന്നെ കുറച്ചുകൂടെ സഹായിക്കണേ, ഹൃദയത്തിൽ നിന്ന് സഹായിക്കണേ. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ ദൈവസന്ധിയിൽ കണ്ണുകളടച്ച് ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെ ആദി, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെ ആദി, എൻ്റെ ദിവസങ്ങളുടെ ആദി, എൻ്റെ യൗവനക്കാരെ, 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 യൗവനം മായയാ. അതുകൊണ്ടാണ് സഭാപ്രസംഗി പറയുക, യൗവനക്കാരാ, നിൻ്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ അറിയുക. ഇഷ്ടമുള്ളതുപോലെ നടന്നു, പക്ഷേ ഇഷ്ടമില്ലാത്തൊരു ദിവസം വരും. അന്ന് ആരും ഇഷ്ടപ്പെടണമെന്നില്ല. ഇന്ന് പ്രണയിച്ചവർ അന്ന് കാണില്ല, ഇന്ന് കൂടെ നിന്നവർ അന്ന് കാണില്ല. എന്നാൽ യൗവനത്തിൽ ഈ കർത്താവിനെ ഇഷ്ടപ്പെട്ടാൽ, യൗവനം കഴിയുമ്പോൾ ആർക്കും ഇഷ്ടമില്ലെന്നുള്ളൊരു കാര്യം വരുമ്പോൾ, ഒന്നിനോടും ഇഷ്ടമില്ലാത്തൊരു സമയം വരുമ്പോൾ, അന്ന് നമ്മുടെ അരികിൽ വരുന്ന പ്രിയതമനായ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. കുറച്ചുകൂടെ യേശുവിനെ എനിക്ക് സ്നേഹിക്കണം, കുറച്ചുകൂടെ കർത്താവിന് വേണ്ടി നിൽക്കണം. ജീവിതം അതിൻ്റെ ആദി ദൈവം, അതിൻ്റെ ആദി ദൈവം, ആദി ദൈവം, ആദി ദൈവം, ആദി ദൈവം, ആദി ദൈവം. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ആദിയിൽ ദൈവം. ഞാനതിൻ്റെ സൃഷ്ടിപരമായ ആ കാര്യങ്ങളൊന്നുമല്ല പറയുക. ആദി ദൈവം. മുമ്പോട്ട് പോകട്ടെ. ആദി ദൈവം സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? യോഹന്നാൻ 1, ആദി വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഉളവാകട്ടെ എന്ന് പറഞ്ഞു. ആദി ദൈവം സൃഷ്ടിച്ചത് തൻ്റെ വചനം മുഖാന്തരമാണ്. യോഹന്നാൻ 1, ആദി വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉളവായതെല്ലാം അവിടുന്ന് മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എനിക്ക് വലിയ അത്ഭുതം തോന്നി. ആദി വചനം. വചനം വായിലുള്ള ഒത്തിരി പേരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം മില്യനെയറാണോ ബില്യനെയറാണോ എന്നെനിക്കറിയില്ല, രണ്ടായാലും അത്ഭുതമാണോ? പക്ഷേ ഒന്നെനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ആർക്കും ചിന്തകൾക്കപ്പുറത്ത് സാമ്പത്തിക ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരൻ, വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ 1 2 അല്ല, ഇവിടെയും വിദേശത്തുമൊക്കെ ഒത്തിരി ബിസിനസ് സാമ്രാജ്യങ്ങളുള്ള വലിയൊരു മുതലാളിയായ ചെറുപ്പക്കാരൻ. അവൻ്റെ കാറുകളൊക്കെ ഏറ്റവും വലിയ ആഡംബര കാറുകളാണ്, അത് പലതും. ആ ചെറുപ്പക്കാരനെ എൻ്റെ ഏകദേശം പ്രായമാണ്. ഒത്തിരി ദിവസങ്ങൾക്ക് വളരെ കുഞ്ഞിലെയൊക്കെ വളരെ അടുത്തിടയ്ക്ക് ഞങ്ങളൊരു ദിവസം ഒന്നിച്ചുകൂടി സംസാരിച്ചും പറയുകയാണ്, അദ്ദേഹം പെന്തക്കോസ്ത് അനുഭവമുള്ള ഒരാളാണ്. സഭയുടെ ഒരു മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, പ്രിൻസിപ്പാസ്റ്റൊക്കെ പ്രസംഗിക്കും, പക്ഷേ ഞാൻ പറയുന്ന പോലെ പറയാനൊക്കെ. ഞാൻ ചോദിച്ചു, അതെന്താണ്? കർത്താവിൽ ആശ്രയിച്ച് എളിമപ്പെട്ട് പറയട്ടെ, ഒരു 1.5-2 മണിക്കൂർ നോൺ സ്റ്റോപ്പായിട്ട് ബൈബിൾ വാക്യങ്ങൾ ഞാൻ പറയാം. ഞാൻ അവൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈ കൂപ്പിപ്പോയി. 2 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ബൈബിൾ വാക്യം പറയാം. ബൈബിൾ ഇങ്ങനെ വാക്യങ്ങൾ ഒഴുകുക. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിനക്കിത് സാധിക്കുക? ഞാനിങ്ങനെ ഉഴപ്പി നടന്നപ്പോൾ ദൈവം എനിക്കൊരു അഭിഷേകം തന്നു, വചനത്തിൻ്റെ അഭിഷേകം. വായിക്കും, വാക്യം കാണാൻ പഠിക്കും. 1.5-2 മണിക്കൂർ ഇങ്ങനെ നിന്നാൽ പടപടാന്ന് ഒരക്ഷരം തെറ്റാതെ വചനം ഇങ്ങനെ ഒഴുകും. എന്താ കാര്യം? അകത്ത് വചനമാണ്. വചനം അകത്തുണ്ടെങ്കിലോ ഭയങ്കര അത്ഭുതങ്ങളുണ്ടാകും. കുറേ നാൾക്ക് മുമ്പ് ഒരു സഹോദരി, ഒരമ്മ കാണാൻ വന്നു. ഇപ്പോഴൊന്നും അല്ല, ഒത്തിരി വർഷം മുമ്പ്. പക്ഷേ അതിങ്ങനെ മായാത്തൊരോർമ്മയായി. ചില കാര്യങ്ങൾ മറക്കത്തില്ല, മനസ്സിൽ കിടക്കുക. ഈ അമ്മ വന്നിട്ട് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരമാണെന്നാണ് എൻ്റെ മനസ്സിൻ്റെ ഓർമ്മ. ഏതായാലും ഞങ്ങൾ തെടുക്കപ്പെട്ട് ഒരു മാസികവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. ഈ അമ്മ വന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അമ്മയുടെ മകൻ ഓടിച്ച വാഹനം ഇടിച്ച് ഒരു പെൺകുഞ്ഞ് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്, വെൻറ്റിലേറ്ററിലാണ്, മരിക്കരുതെന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പോൾ ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എൻ്റെ അമ്മ ആ അമ്മയോട് ചോദിച്ചു, ഏത് സഭയിലാണ് കൂടുക? മറുപടി, സ്വർഗീയ സഭയിലാണ്. അപ്പോൾ ഈ പെട്ടെന്നൊരു സംശയം, സ്വർഗീയ സഭ അതേത് സഭയാണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു, സ്വർഗീയ വിരുന്നിൻ്റെ ആദ്യകാലം സ്വർഗീയ വിരുന്നാണോ? അല്ല, പിന്നെന്താണ് അത്? സ്വർഗീയ സഭ. അതേതാ ഈ സ്വർഗീയ സഭ? ചോദിച്ചവൻ പറഞ്ഞു, അവരൊരു അക്രൈസ്തവ അമ്മയാണ്, ഒരു സഭയിലും മെമ്പറല്ല, എന്നും TV കണ്ട് രക്ഷിക്കപ്പെട്ട ഒരമ്മ, ബൈബിൾ പ്രഭാഷണങ്ങൾ റേഡിയോയിലൂടെ കേൾക്കുന്ന ഒരമ്മ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് സ്വർഗീയ സഭയിലെ അംഗമാണ്.
അപ്പോൾ എനിക്കിഷ്ടം തോന്നി. അപ്പം ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, 16 വർഷമായി ബൈബിൾ വായിക്കുന്നു, യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, അതാണ് എൻ്റെ ആത്മീയം. അപ്പം എനിക്ക് സന്തോഷമായി. ഞാൻ ചോദിച്ചു, ഇവിടെ വരാൻ അറിയുമായിരുന്നോ? അറിയത്തില്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി, കർത്താവെ എങ്ങനെ പോകും? പെട്ടെന്നൊരു വാക്കിംഗ് വന്നു, ദൂതനെ നിനക്ക് മുമ്പായിട്ട് അയക്കും, നിൻ്റെ പാതകളെ നേരെയാക്കും. രണ്ടും കൽപ്പിച്ച് വണ്ടിയെ കയറിയിരുന്നു. അടുത്തിരുന്ന പെൺകുട്ടിക്ക് നിങ്ങളെ നല്ലതുപോലെ അറിയാം. എവിടെ പോകാനാ? ഇന്നടത്ത്. എനിക്കറിയാം, പടിക്ക് വരുമ്പോൾ ഞാൻ പറയാം. അപ്പം കണ്ടക്ടറോട് പറഞ്ഞാൽ മതി. ദൂതനെ അയച്ചു മോനെ, ദൂതനെ അയച്ചു. വാക്യമാ. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ വീട്ടിൽ പ്രശ്നമുണ്ടോ? പിന്നെ ലോകത്തെയും കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ ചോദിച്ചാൽ, കുഞ്ഞിനെ സീരിയസ് ആണോ? മോനെ സീരിയസ് ആണോ ചോദിച്ചാൽ സീരിയസ് ആണ്. പക്ഷേ ഇന്നലെ വായിച്ചത് ലാസറിനെ ഉയർപ്പിച്ചത്, ഇന്ന് വായിച്ചത് നയ്യും പട്ടണത്തെ വിധവയുടെ മകൻ്റെ മഞ്ചത്തെ തൊട്ടത്, ഉറപ്പായി ഒരു വിടുതലുണ്ടാകും. അപ്പോൾ അവരെനിക്ക് ഇച്ചിരി ഒരു സ്വോത്രകാഴ്ച തന്നു. ഞാൻ പറഞ്ഞു, സ്വോത്രകാഴ്ച വേണ്ട. അവർ പറഞ്ഞു, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു, അങ്ങനെയല്ലേ വചനം കൊടുക്കണം സന്തോഷത്തോടെ, എന്നാലേ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. ഞാൻ പറഞ്ഞു, അതെവിടാണ്? അത് ഈ വചനത്തിലാണ്, വാക്യം ഉൾപ്പെടെ. അടുത്ത വാക്യം, മോനെ ഈ തൊഴുത്തിൽപ്പെടാത്ത കുറേ ആടുകളുണ്ടെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. എവിടെ? നമ്മളിങ്ങനെ തപ്പിയെടുക്കുക. ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകൾ. വാക്യം പറയണം, യോഹന്നാൻ 10. ആ ആടുകളിൽ ഒരാളാണ് ഞാൻ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന്, പള്ളിയിൽ ഒരിക്കൽ പോലും ഒരു ആരാധനയ്ക്ക് പോകാൻ ഭാഗ്യം കിട്ടാത്ത സഹോദരിയുടെ വായിൽ നിന്ന് വചനം ഇങ്ങനെ ഒഴുകിയപ്പോൾ, എന്നും പള്ളിയിൽ പോകുന്ന നമ്മുടെ അകത്തൊരു വൈക്ലഭ്യം. അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒക്കുവോ? എൻ്റെ പൊന്നു പ്രിയരെ, വചനം ഇങ്ങനെ വായിച്ചാൽ വചനം ഇങ്ങനെ അകത്തുനിന്ന് വരും. വചനം അകത്തുനിന്ന് വന്നാൽ, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ പാസ്റ്റർ ജെയിംസ് കുറിയാക്കോസ് ബ്രെയിൻ ട്യൂമർ ആയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ വാർഡിലേക്ക് മാറ്റി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, എന്ത് പ്രശ്നം ഉണ്ടായാലും വചനം മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കും, വചനം പറഞ്ഞ് മാത്രം പ്രാർത്ഥിക്കും. അടുത്തിടയ്ക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചെറിയ പ്രയാസം ഉണ്ടായി. ഒരു പാൽപിറ്റേഷൻ കൂടി, ഹാർട്ടിൻ്റെ ഒരു പ്രയാസം. അതിനൊരു പ്രൊസീജിയർ ലിസി ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി വരുമ്പോൾ ഈ ദൈവദാസൻ ചെയ്ത ഒരു പ്രവൃത്തി എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു 10 പേജ് ഒരു കത്ത് സ്വർഗത്തിന്. പാസ്റ്റർ ജെയിംസ് കുറിയാക്കോസ് ഇന്നാർക്ക് വേണ്ടി സമർപ്പിക്കുന്ന അപേക്ഷ, ഹർജി. ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയേക്കുക, കർത്താവേ, നിൻ്റെ ദാസി 1 പത്രോസ് ഇത്ര അധ്യായം പ്രകാരം നിങ്ങൾ പാപം സന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അടിപ്പുള്ള സൗഖ്യം നൽകും. വചനപ്രകാരം ഈ ദാസിക്ക് സൗഖ്യം കിട്ടണമെന്ന് ഞാൻ പറയുന്നു. സങ്കീർത്തനം 103 പറയുന്ന വചനപ്രകാരം, യൗവനം എൻ്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരും, നിൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കും. ആ വചനപ്രകാരം ഞാൻ അങ്ങോട്ട് പറയുന്നു, ഈ ദാസിക്ക് സൗഖ്യം കൊടുക്കണമേ. സങ്കീർത്തനം 107 മരണവാദിനോട് സമീപിച്ചു, സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. കർത്താവെ, ആ വാക്യപ്രകാരം ഈ സഹോദരിക്ക് സൗഖ്യം കൊടുക്കണമേ. ഞാൻ മരിക്കുകയില്ല, ജീവനോട് നഖോടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇന്ന വചനപ്രകാരം ഈ ദാസിക്ക് വേണ്ടി ഞാൻ അങ്ങയുടെ സന്നിധി വാദിക്കുന്നു, സൗഖ്യം കൊടുക്കണേ. വാക്യങ്ങളിങ്ങനെ എഴുതി വെച്ചിട്ട് അവിടെ ഒപ്പിട്ടു. കർത്താവിൻ്റെ സന്നിധി ഒരു അപേക്ഷ കൊടുത്തു. ഒരു കാര്യം എന്നിട്ട് ഇത് ഞാൻ വായിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യം തോന്നി. പക്ഷേ ആ വാക്യങ്ങൾ പോലെ സംഭവിച്ചു. വചനം പറഞ്ഞാൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കും. വചനം പറഞ്ഞാൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കും. വചനത്തിന് ഭയങ്കര ശക്തിയാണ്. എത്ര പേർ ആദിയിൽ ദൈവം സൃഷ്ടിച്ചു? എങ്ങനെ? വചനം കൊണ്ട് സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്തിങ്ങനെ ഇരുന്നിട്ട് വചനം ഇങ്ങനെ ഒഴുകി വരണം. വചനം ഇങ്ങനെ ഒഴുകി വരുവാൻ ഒരു വചനത്തിൻ്റെ അഭിഷേകം വേണം. അതിന് ഒരു തെളിവ്, മറ്റൊന്ന് ലൈവ് തെളിവ് കണ്ടത്. ഞാൻ ന്യൂയോർക്കിൽ ഒരു അമ്മച്ചിയുടെ കൂടെ താമസിക്കുകയാണ്. ഒരപ്പച്ചനും അമ്മച്ചിയും, നല്ല അപ്പച്ചനും അമ്മച്ചിയും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ജീവിതം ഇങ്ങനെ ദൈവരാജ്യത്തിൽ ഒത്തിരി നമ്മളെ സ്നേഹിക്കുന്ന, ദൈവരാജ്യത്തിൽ ഒത്തിരി ചുമല് കൊടുക്കുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയും. എന്നെ ഭയങ്കര സ്നേഹമാണ്. ഒരു വല്യമ്മച്ചിയുടെ ഒരപ്പച്ചൻ്റെ ഒരാർദ്രതയും കരുതലും എളിയവനോടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെടുക്കെ പോയി നിൽക്കുമ്പോൾ എവിടെയോ ഒരമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും ഒക്കെ ഒരു സ്വാന്തനം നമുക്ക് ഫീൽ ചെയ്യും. അവിടെ ഇരിക്കുകയാണ് ഞാനും അമ്മച്ചിയും കൂടെ. അമ്മച്ചി ഇങ്ങനെ രാത്രി ഇരുന്ന് വർത്താനം പറയും. നല്ല അമ്മച്ചി, എന്നോട് ഭയങ്കര സ്നേഹമാണ്. കഥകളൊക്കെ പറഞ്ഞ കഥകളിലെ മറക്കാത്തൊരു കഥയല്ല, അവിടെ അനുഭവം. അവർക്ക് അവരുടെ ഒരു മകൻ അമേരിക്കയിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ട ആ മകന് അവിടെ ഒരു വെള്ളക്കാരത്തി ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. ഒരു വെള്ളക്കാരത്തി സഹോദരിയുമായിട്ട്, വൈറ്റായിട്ടുള്ളൊരു സഹോദരിയുമായിട്ട് വിവാഹോചന വന്നു. അങ്ങനെ വീട്ടുകാരൊക്കെ ഇടപെട്ട് അവരൊരു ക്രൈസ്തവ പാരമ്പര്യമുള്ള സമർപ്പിതയായ വേദവിദ്യാഭ്യാസം നടത്തുന്ന ഒരു സഹോദരി. അങ്ങനെ അവിടെ വിവാഹം നടന്നു. ആ വിവാഹം നടന്നിട്ട് അവരിപ്പോൾ ആഫ്രിക്കയിലാണ്. അവരുടെ ചരിത്രമാണ് ഈ അമ്മച്ചി പറഞ്ഞത്. എന്നെ അത്ഭുതപ്പെടുത്തി. ആ പെൺകുട്ടി, അതായത് ഇവരുടെ മരുമകളുടെ വെള്ളക്കാരത്തിയുടെ വല്യമ്മയുടെ വല്യമ്മ മുതുമുത്തച്ചി,
ആ അമ്മച്ചി ഭക്തയായിരുന്നു. മരിക്കാറായപ്പം മക്കളൊക്കെ ചുറ്റും നിൽക്കുകയാണ്. അമ്മച്ചി എന്തോ പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇവർ ചോദിച്ചു, എന്താണ് പറയുക? ലാസ്റ്റ് വാക്ക് ഇറ്റ് ഈസ് നോട്ട് ഫിനിഷ്ഡ്, തീർന്നിട്ടില്ല. അപ്പോൾ ഇവർ പതുക്കെ ചോദിച്ചു, അമ്മച്ചി വാട്ട് ഈസ് നോട്ട് ഫിനിഷ്ഡ്? ആ അമ്മച്ചി കണ്ണടയ്ക്കുന്നതിന് മുമ്പ് ഒരു വചനം പറഞ്ഞു. ഐസിയ 59:21. ടപ്പ് കണ്ണടച്ചു, മരിച്ചു. വചനം പറഞ്ഞുകൊണ്ട് മരിച്ചു. ഐസിയ 59:21 വായിച്ചാൽ മതി. അവർ തുറന്നു നോക്കി. എന്താണ് ഐസിയ 59:21? ഇതാണ് യഹോവയുടെ അരുളപ്പാട്. നിൻ്റെ വായി ഞാൻ തന്ന നിൻ്റെ മേൽ പകർന്ന എൻ്റെ ആത്മാവും നിൻ്റെ വായി ഞാൻ തന്ന വചനങ്ങളും നിൻ്റെ വായിന്നോ സന്തതിയുടെ വായിന്നോ അറ്റുപോകത്തില്ലെന്ന് യഹോവയുടെ അരുളപ്പാട്. അത്ഭുതം. ഈ വചനം കേട്ടും ആ മക്കളെല്ലാം ഐസിയ 59:21 അമ്മച്ചി മരിച്ചു കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ഒട്ടിച്ചു വെച്ചു. പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ചു വെച്ചു. ഐസിയ 59:21. എല്ലാവരും ഒന്ന് ചേർന്ന് പറയാമോ? യഹോവയുടെ അരുളപ്പാട്. നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ വായി ഞാൻ തന്ന വചനങ്ങളും നിൻ്റെ വായിന്നോ സന്തതിയുടെ വായിന്നോ അറ്റുപോകത്തില്ലെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വചനം ഒട്ടിച്ചു വെച്ചു. ആ വചനം ആ മക്കളെല്ലാം ഒട്ടിച്ചു. പിന്നെ അവിടെ ഒരു ഫാമിലി ട്രഡീഷനായി. അവരെ മക്കളുമാക്കുമ്പോൾ അവിടെ പെട്ടെന്ന് മാറുമ്പോൾ എല്ലാവരും ഇതായിരുന്നു ഗിഫ്റ്റ്. എല്ലാ മക്കളുടെ വീട്ടിലും ഈ വചനം. അതിലൊരു മകളുടെ മകളാണ്, അല്ലെങ്കിൽ 4ാം ഇളമുറക്കാരിയാണ് ഇവരുടെ മരുമകൾ. അവരിന്ന് ആഫ്രിക്കയിൽ സുവിശേഷകരാണ്. അവിടുത്തുകാരത്തി കുഞ്ഞുങ്ങളെയൊക്കെ, ആ കറുത്ത കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്ത് ആഫ്രിക്കയിൽ മിഷണറി വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, അവർക്കൊരാഗ്രഹം, അമ്മച്ചിയുടെ പല കൊച്ചുമക്കൾ പല വഴിക്ക്, ഇത്രയും മക്കളില്ല, ഇങ്ങനെ വന്ന് 3-4 തലമുറയായപ്പോൾ അതിലൊത്തിരി പേര് ആഫ്രിക്കയിൽ എവിടെയൊക്കെയോ മിഷണറിമാരുണ്ട്. അപ്പോൾ അവരുടെ മുഴുവനും കൂടെ സംഘടിപ്പിച്ചുകൊണ്ടൊരു ഗെറ്റ് ടുഗദർ വെച്ചു. അത്ഭുതം. 59 കൊച്ചുമക്കൾ ഇന്ന് ആഫ്രിക്കയിൽ ഈ അമ്മച്ചിയുടെ കൊച്ചുമക്കൾ മിഷണറിമാരായിട്ട് വേല ചെയ്യുന്നുണ്ട്. ഒരു വചനം പറഞ്ഞുകൊണ്ട് അമ്മച്ചി മരിച്ചു. എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായി തന്ന നിൻ്റെ വചനങ്ങളും എൻ്റെ വായിന്നോ സന്തതിയുടെ വായിന്നോ അറ്റുപോകത്തില്ല. ഇറ്റ് ഈസ് നോട്ട് ഫിനിഷ്ഡ്, തീർന്നിട്ടില്ല. ഐസിയ 59 വചനത്തിൻ്റെ ശക്തി. ഇന്ന് 59 മിഷണറിമാർ ആഫ്രിക്കൻ മണ്ണിൽ അമ്മച്ചിയുടെ കൊച്ചുമക്കൾ വേല ചെയ്യുമ്പോൾ വചനത്തിന് എന്തൊരു ശക്തിയാ എൻ്റെ കർത്താവേ. ഒരു വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഇനി നമുക്ക് വെറുതെ പോകാനൊക്കത്തില്ല. 2021 അവസാനിക്കുക, 22 കയറുകയാണ്. പ്രതിസന്ധികൾ കാത്തു നിൽക്കുന്നു. എന്നാൽ എൻ്റെ പ്രിയരെ, ഇതിനെയെല്ലാം അതിജീവിക്കാൻ ദൈവം വചനത്തിൻ്റെ ഒരു അഭിഷേകം വേണം. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കുറച്ചുകൂടെ വചനത്തിൻ്റെ അഭിഷേകം പ്രാർത്ഥിക്കണം. വേദപുസ്തകം കയ്യിലെടുത്തൊന്ന് പ്രാർത്ഥിച്ച്, വേദപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഇതിനകത്തിരിക്കുന്ന വചനങ്ങൾ എഴുതപ്പെട്ടതാണ്. ഇത് ജീവനാകുന്നത് വിശ്വസിച്ച് നമ്മുടെ അകത്തുനിന്ന് പുറത്ത് വരുമ്പോഴാണ് ഇത് ജീവൻ്റെ വചനമായി മാറുന്നത്. എഴുതപ്പെട്ട വചനം, പേപ്പർ താളുകളിരിക്കുന്ന ഈ വാക്കുകൾ എൻ്റെ വായിലൂടെ, എൻ്റെ അധരങ്ങളിലൂടെ പുറത്ത് വരട്ടെ. എൻ്റെ മക്കളുടെ അധരങ്ങളിലൂടെ പുറത്ത് വരട്ടെ. ദൈവമേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ വീടുകൾക്കും ഞങ്ങളുടെ സഭകൾക്കും ഒരു വചനത്തിൻ്റെ അഭിഷേകം തരണമേ. വചനം വായിക്കുവാൻ കണ്ണിന് കാഴ്ച കിട്ടണമേ. വചനം കുറച്ചുകൂടെ വായിക്കുവാൻ ഞങ്ങളുടെ കണ്ണിന് തെളിമ കിട്ടണമേ. വായിക്കുന്ന വചനങ്ങൾ ഓർക്കാൻ ഞങ്ങളുടെ ബുദ്ധിയെ വികസിപ്പിക്കണമേ. ഞങ്ങൾക്ക് മക്കൾക്ക് ഇത് കാണാതിരിക്കാനുള്ള ഒരു വലിയ ഔത്സുക്യം കൊടുക്കണമേ. യേശുവേ, വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് 2022 നിറയ്ക്കണമേ. വചനവർഷമാക്കി മാറ്റണമേ. പ്രാർത്ഥനാ വർഷമാക്കി മാറ്റണമേ. വചനം വായിക്കാനുള്ള കൃപ തരണമേ. ഹല്ലേലൂയ. ചെന്ന് പ്രാർത്ഥിച്ച് കുറച്ചുകൂടെ വചനം വായിച്ച് പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും ദൈവത്തോടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് 22 തരണമേ. 22ലേക്ക് ഞങ്ങൾ കയറുമ്പോൾ വചനത്തിൻ്റെ വർഷമാക്കി മാറ്റണമേ. വചനത്തിൻ്റെ അഭിഷേകമായി മാറണമേ. ഓരോ പ്രഭാഷണങ്ങളിലും വചനം ഒഴുകട്ടെ. ഓരോ കുടുംബ പ്രാർത്ഥനകളിലും വചനം ഒഴുകട്ടെ. ഹല്ലേലൂയ. വചനവർഷമായി മാറട്ടെ. വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഒരു രോഗം വന്നാൽ വചനം വരട്ടെ. ഒരു കടം വന്നാൽ വചനം പറയട്ടെ. ഒരു കേസ് വന്നാൽ വചനം പറയട്ടെ. ഒരു വ്യക്തിയെ കണ്ടാൽ വചനം പറയട്ടെ. വചനം വായുന്ന വചനം. വഷളത്വങ്ങൾ വരരുത്. ഹല്ലേലൂയ. വേണ്ടാത്ത വാക്കുകൾ വരരുത്. ഏത് സമയത്തും വചന അഭിഷേകം.
കർത്താവെ, ഇതിനകത്ത് മാത്രമല്ല, ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ ദയവായി നിങ്ങളുടെ പുസ്തകങ്ങൾ എടുക്കുക, മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറ, യേശുവേ വചനത്തിൻ്റെ ഒരു അഭിഷേകത്തെ തരണമേ, വചനത്തിൻ്റെ ഒരു അഭിഷേകത്തെ തരണമേ, വചനത്തിൻ്റെ ഒരു അഭിഷേകത്തെ തരണമേ. ഓർമ്മശക്തി ഇല്ലാത്തവർക്ക് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ബുദ്ധിയുടെ വികാസങ്ങൾ ഉണ്ടാകട്ടെ. വചനം വായിച്ച് ഓർക്കുവാൻ പലരും പറയുന്നു, ഇപ്പോൾ പഴയതുപോലെ ഓർക്കാൻ കഴിയുന്നില്ല. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, വചനം ഓർക്കാനുള്ള ഒരു ബുദ്ധി വികാസം, നീതിമാൻ്റെ ഓർമ്മ അത് അനുഗ്രഹിക്കപ്പെട്ടതാണെങ്കിൽ ഇപ്പോൾ കർത്താവെ വചനം ഓർക്കാനും വചനം പറയാനുമുള്ള ഒരു കൃപ ദൈവദാസന്റെ മേൽ അധികമായി പകരട്ടെ. കർത്താവെ, എളിയ ദാസർ, കർത്തദാസർ, കർത്താവെ വചന പ്രഘോഷകർ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് പുതുവർഷത്തിൽ വചനത്തിൻ്റെ അഭിഷേകം തരണമേ. കർത്താവെ, വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ വായിൽ നിന്ന് ഒന്ന് സ്വപ്നം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാമേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ ബൈബിൾ വാക്യങ്ങൾ മാത്രം മണിമണിയായിട്ട് പറയാമെന്ന് എൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടൊരു ബിസിനസ്സുകാരൻ പറയുമ്പോൾ എൻ്റെ തല ചെറുതായി ഒന്ന് താത്ത് പിടിച്ചു. കാരണം ഞാൻ അവൻ്റെ മുമ്പിൽ ചെറുതായിപ്പോയി. കർത്താവേ, ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഇടവേളകൾ വചനവുമായിട്ട് ഞാൻ ഇരിക്കുമോ, എന്നോട് ഇടപെടുന്ന വചനം ഞാൻ കാണാതെ പഠിക്കുമോ, അതിൻ്റെ പല വേർഷൻസ് ഞാൻ തപ്പിയെടുക്കുമോ, എന്നിട്ട് ഞാൻ ദൈവസന്ധി അത് പറഞ്ഞ് അന്ന് പ്രാർത്ഥിക്കാം. പിറ്റേ ദിവസം മുതൽ എൻ്റെ വായിൽ ആ വചനം കാണാപ്പാടമായിരിക്കുമോ. ദൈവമേ, വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. വചനത്തിൻ്റെ വർഷമായി മാറട്ടെ, വചനത്തിൻ്റെ വർഷമായി മാറട്ടെ. ഓ ഹർക്ക റിക ലഗദന ഹംദ